ഒരു മഹത്തായ സംരംഭം കാഴ്ചവെക്കാൻ നിങ്ങൾ കാണിച്ച ആ ഒരു ആത്മാർത്ഥതയെ ഭഗവാന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഏതാനും വാക്കുകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്നു. ഇന്നിവിടെ ഈ സ്ഥാപനത്തില് തുടക്കത്തില് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ജനബാഹുല്യമുള്ള വലിയ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭഗവാന്റെ നാമം നിലനിർത്തുവാനും ബുദ്ധവിഹാരം എന്നുള്ള ഒരു സങ്കല്പം സുസ്ഥാപിതമാക്കി എടുക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതില് നമ്മുടെ ബുദ്ധവിഹാരം എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം ബുദ്ധൻ ജീവിക്കുന്ന സ്ഥലമെന്നാണ്. ബുദ്ധൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരം ബുദ്ധന്റെ ജീവൻ മറ്റുള്ളവരിലേക്ക് പ്രകാശം പരത്തുന്ന ഒരു ഭവനം അല്ലെങ്കിൽ ഒരു സങ്കേതം എന്നുള്ള നിലയിലാണ് ഒരു ബുദ്ധവിഹാരം എന്നുള്ള പ്രയോഗം നിലനിൽക്കുന്നതും ചരിത്രത്തിൽ എക്കാലത്തും അത് മുന്നോട്ട് വന്നിട്ടുള്ളതും അങ്ങനെയാണ്. എന്നാൽ ഈ രാജ്യത്ത് കടന്നു വന്ന യൂറേഷ്യൻ വംശജരായിട്ടുള്ള അനേകം ആൾക്കാർ, അനേക ഗോത്രങ്ങൾ ഇവിടെയുള്ള സാധുക്കളായിട്ടുള്ള ധർമ്മിഷ്ഠരായിട്ടുള്ള ബുദ്ധന്റെ ഉപദേശം അനുസരിച്ച് ജീവിച്ചു വന്ന സമണ പാരമ്പര്യമുള്ള ജനതയെ ഹിംസയുടെ മാർഗം ഉപയോഗിച്ചു പഞ്ചശീല വിരുദ്ധമായിട്ടുള്ള ഉപാധികൾ ഉപയോഗിച്ചു ഒക്കെ കീഴ്പ്പെടുത്തുകയും മാനസികമായി ദുർബലരാക്കി ധർമ്മത്തിന്റെ പ്രകാശം എന്നേക്കുമായി ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുവാനുള്ള അതികഠിനമായിട്ടുള്ള ശ്രമങ്ങളുടെ പരമ്പര അരങ്ങേറിയ രാജ്യമാണ് നമ്മുടെ. എന്നാൽ ബോധിസത്വ ബാബാ സാഹേബ് അംബേദ്കറുടെ വരവോടുകൂടി അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ സംരംഭത്തോടു കൂടി ധമ്മ ചക്ര പ്രവർത്തനത്തോടു കൂടി 956 മുതൽ ധമ്മത്തിന്റെ ദീപം അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞു. അത് എല്ലായിടത്തും പരത്തുവാനുള്ള ഒരു വലിയ കടമയാണ് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്നത്. അതിന് ഇതുപോലുള്ള ചെറിയ സ്ഥാപനങ്ങളും വലിയ സ്ഥാപനങ്ങളായിട്ട് വളരുകയും ചെറിയതായിട്ടുള്ള പ്രദേശങ്ങളിലുള്ള ആൾക്കാർ മറ്റു പ്രദേശങ്ങളിൽ ഇതിന്റെ വെളിച്ചം എത്താത്ത പ്രദേശങ്ങളിലൊക്കെ പോയി ഇതിന്റെ വെളിച്ചം എത്തിക്കുവാനുള്ള കഠിന പരിശ്രമം നടത്തേണ്ടതാണ്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു കുടവട്ടൂരുള്ള ഈ ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ എല്ലാവിധ മുൻവിധികളും മാറ്റിവെച്ചുകൊണ്ട് ധമ്മ ഉപാസകർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ധമ്മത്തിന്റെ ദീപത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കേരളത്തിലെ എല്ലാ പ്രദേശത്തും ഇതിന്റെ ഒരു വലിയ പ്രഭാപൂരം വളർന്നു വരുന്നതിന് വേണ്ടി കാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇന്നിവിടെ ഈ കുടവട്ടൂരുള്ള ധമ്മബന്ധുക്കളോ ധമ്മ മിത്രങ്ങളോ ആയിട്ടുള്ള എല്ലാവരും. ആ കാര്യത്തിൽ അവർക്ക് അഭിമാനിക്കാം. അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ്. അത് നിർവഹിക്കുന്നതിന് ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുവാൻ വേണ്ടിയുള്ള അവസരവും പ്രതിജ്ഞയും ഒക്കെ എടുക്കാനുള്ള സമയമായിട്ട് നമ്മൾ ഇത്തരം ആഘോഷങ്ങളെ ചടങ്ങുകളെ കാണണം എന്ന് പറയുന്നു. എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ശീലഗുണമില്ലെങ്കിൽ സകലതും പരാജയപ്പെട്ടു പോകും. ഒരു ജനതയെ പരാജയപ്പെടുത്തുവാനുള്ള അതിന്റെ ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് അവരുടെ ശീലഗുണങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അക്കാര്യത്തില് തൽപര കക്ഷികള് ഇവിടുത്തെ പൗരോഹിത്യ ബൃന്ദം വളരെയധികം ആഹ്ലാദ നൃത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് നമ്മുടെ ഇന്നിവിടെ കൂടിയിരിക്കുകയും
ധമ്മചക്ര പ്രവർത്തനത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയതും വലുതുമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശീലഗുണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ശീലഗുണങ്ങൾ ഊട്ടി ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സുബോധമുള്ളവരായിട്ട് സമൂഹത്തെ നയിക്കാൻ കഴിയുകയുള്ളൂ. അതിന് പറ്റുന്ന രീതിയിലുള്ള ഉപാധികളായിട്ട് ബൗദ്ധാചാര്യന്മാര് ബൗദ്ധര് സ്വീകരിച്ചു വരുന്ന അനേക സാങ്കേതിക വിദ്യകളുണ്ട്. അതിലൊന്നാണ് ധ്യാനം. ധ്യാനം മാത്രമല്ല, പരസ്പരമുള്ള സമ്പർക്കങ്ങൾ, സഞ്ചാര പ്രഭാഷണങ്ങൾ, സാംസ്കാരിക വിനിമയ പരിപാടികൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ മാതൃകാപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് പറ്റുന്ന ഒരു പ്രതിജ്ഞ എടുക്കുന്ന ദിവസം കൂടിയായിട്ട് ഈ ധമ്മചക്ര പ്രവർത്തന വാർഷിക ഉത്സവത്തിന് നമ്മൾ ഓരോരുത്തരും ദൃഢചിത്തരായി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകൾ. കഴിഞ്ഞ വർഷം നമ്മൾ തമ്മിൽ കണ്ടവര് ഈ വർഷവും അവരെല്ലാം വളരെ ആഹ്ലാദഭരിതരാണ്. എല്ലാവിധത്തിലുള്ള ഇരുട്ടിന്റെ ശക്തികളെയും സാവധാനമാണെങ്കിലും അകറ്റി മാറ്റിക്കൊണ്ട് അതിനെ ഉന്മൂലനം ചെയ്യും എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി ഇരുട്ട് പുറത്ത് മാത്രമല്ല നമ്മുടെ ഉള്ളിലുമുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള അകത്തും പുറത്തുമുള്ള ഇരുട്ടിനെയും അജ്ഞാനത്തെയും ദുശീലങ്ങളെയും അറിവില്ലായ്മയും ഒക്കെ മാറ്റി നമ്മള് ബോധോദയം നേടുന്ന ഒരു വലിയ ജനതയായിട്ട് മാറുകയും ബോധോദയത്തിന്റെ മാതൃക ഈ ഗ്രാമത്തിൽ നിന്ന് അതുപോലെ തന്നെ മറ്റ് സമീപ ഗ്രാമങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശീർവദിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ അങ്ങനെ ആ പഞ്ചശീലങ്ങൾ പാലിച്ചു വന്നതിന്റെ ഗുണമാണ് മാതാപിതാക്കളുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ ശ്രമം, ബന്ധുമിത്രാദികളുടെയൊക്കെ ധർമ്മത്തോടുള്ള താല്പര്യം. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ നിന്ന് ശ്രമണ പാരമ്പര്യമുള്ള പുതിയ തലമുറ വളർന്നു വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളങ്ങനെ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി നമ്മളെ വളരെയധികം ത്യാഗങ്ങൾ, വളരെയധികം കഷ്ടതകൾ, നമ്മുടെ സാമ്പത്തിക നിലയോ നമ്മുടെ സാഹചര്യങ്ങളോ ഒക്കെ അതീതമായിട്ട്, സാധാരണ മനുഷ്യർ എന്നുള്ളതിൽ നിന്ന് അതീതമായിട്ട് അസാധാരണ മനുഷ്യരായി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ബോധിസത്വ ബാബാ സാഹേബിന്റെ പ്രേരണയും അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസുകളുമാണെന്നുള്ള ഒരു ബോധം നമ്മെ എക്കാലത്തും നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഈ ധമ്മചക്ര പ്രവർത്തനത്തിന്റെ ഉദ്ദേശങ്ങളും താല്പര്യങ്ങളും ഒക്കെ നമ്മുടെ മുൻ പ്രാസംഗികരും നമ്മുടെ ആചാര്യസ്ഥാനം വഹിക്കുന്ന ബാബു സാറും അതുപോലെ തന്നെ വിജയൻ മാമൂട് സാറും ഒക്കെ നിരന്തര പ്രഭാഷണങ്ങളിലൂടെ നമ്മെ ബോധവൽക്കരിച്ചതാണ്. അതിന്റെ വെളിച്ചം നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ നാമവും അദ്ദേഹത്തിന്റെ നിയമവും നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്നുള്ള പ്രതിജ്ഞയോടുകൂടി മുന്നോട്ട് പോകാം എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും, അതിലെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് വലിയ പ്രാധാന്യമുള്ളത്. കാരണം ഒരു സമൂഹത്തെ നയിക്കുന്ന ആൾക്കാരുണ്ടാകുന്നത് കുടുംബിനികളിൽ നിന്നാണ്. ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെ ധമ്മത്തിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി നല്ല രീതിയിൽ ധമ്മത്തിന് അനുകൂലമായിട്ടുള്ള പരമ്പരകളെ സൃഷ്ടിക്കുന്നതിന് കഴിയണം. അതിനുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഉപാസിക ആയിട്ടുള്ള കുട്ടികളെ, പെൺകുട്ടികളെ പ്രത്യേകിച്ചും, അതുപോലെ തന്നെ ചെറിയ പ്രായമുള്ള ആൺകുട്ടികൾ, അവരെല്ലാം നല്ല രീതിയിൽ മാതൃകാപരമായിട്ട് ഈ നാടിന്റെ വെളിച്ചമായിട്ട് വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി
ഭഗവാന്റെ നാമത്തിലെ ധമ്മത്തിനെ കുറിച്ചുള്ള എൻ്റെ ഈ വാക്കുകൾ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, നമോ ബുദ്ധായ, ജയ് ഭീം.